അതുകൊണ്ട് ലോകത്തിൻ്റെ അജണ്ട നമ്മൾ സഭ നിശ്ചയിക്കണം എന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെട്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ എന്താണെന്നറിയാവോ? അങ്ങനെയല്ല, ലോകം നമ്മുടെ അജണ്ടയെ തീരുമാനിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ അജണ്ടയെ ലോകം തീരുമാനിക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കിക്കുക, എല്ലാ നിലപാടുകളും എന്താണ് ഈ ഭിന്നലിംഗക്കാരുടെ പ്രശ്നം? എന്തായിട്ട് നിലപാട് ലോകത്തിൻ്റെ അജണ്ടയാണ്, സഭയുടെ അജണ്ടയല്ല. ലോകത്തിൻ്റെ അജണ്ടയ്ക്കൊപ്പിച്ച് സഭയെ മാറ്റുന്നു എന്നുള്ളതാണ്. ആ ഭിന്നലിംഗക്കാർ അവരും ദൈവപുത്രരാണ്, അവർ ഈ പറയുന്ന ക്രിമിനൽസ് അല്ല, അവർ കുറ്റവാളികളല്ല എന്ന് പറയാൻ മാർപ്പാപ്പയ്ക്ക് കഴിയുന്നത്, ഫ്രാൻസിസ് പാപ്പയ്ക്ക് കഴിയുന്നത് ലോകത്തിൻ്റെ അജണ്ട, ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവായ സഭയായിട്ട് നമ്മൾ മാറണം എന്ന് പറയുന്നിടത്താണ്. ആ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം പിന്നീട് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ഡെത്ത് പെനാൽറ്റി ഉണ്ടല്ലോ, ഡെത്ത് പെനാൽറ്റിക്കെതിരായിരുന്നു. അങ്ങനെ കൊല്ലാൻ പാടില്ല ആളുകളെ, വധശിക്ഷ പാടില്ല എന്ന് പറയുന്ന ഒരാളാണ്. ഗർഭഛിദ്രത്തിനെതിരായിട്ട്, അല്ലേ, ഗർഭഛിദ്രം എന്ന് പറയുന്നത് വളരെ ഒരു പാപമാണ് എന്ന് പറയുന്ന സഭയാണുള്ളത്. അതിനെതിരായിട്ട് നിലപാട് എടുത്തിട്ടുള്ള ആളാണ്. നോക്കൂ, ഫെമിനിസ്റ്റാണ്. ഫെമിനിസത്തെക്കുറിച്ച് ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റാ അദ്ദേഹം. എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ പുരുഷനേക്കാൾ ഒരുപടി മുന്നിലായിട്ടുള്ള പദവി ഉണ്ടാകണം എന്നും പിന്നെ പറഞ്ഞിട്ടുള്ള ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ നോക്കൂ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മാർപ്പാപ്പമാരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് സമുദായത്തെ നവീകരിക്കാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നു.